ജീവനോപാധികളുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെ കേൾക്കാനിടയായി. കേരളത്തിൽ ആ ഘട്ടത്തിലുണ്ടായിട്ടുള്ള തുടർച്ചയായി ജോലിക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് ജീവനോപാധികളുടെ ഭാഗമായി ഒരു വീട്ടിലെ 2 വീതം ആളുകൾക്ക് ദിവസം 300 രൂപ എന്ന വിധത്തിലുള്ള ദിനബത്ത നൽകണം എന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു. 3 മാസം അത് കൊടുത്തു. വീണ്ടും 9 മാസത്തേക്ക് അത് തുടർന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് പരിശോധിച്ച് ചെയ്യാൻ നിർദ്ദേശിച്ചു. ഇന്നലെ ചില അപസ്വരങ്ങൾ അവിടെ നിന്ന് കേൾക്കുകയുണ്ടായി. നിർബന്ധമായിട്ടും ജില്ലാ ഭരണകൂടത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അത് പരിശോധിച്ച് അർഹരായ ആളുകൾക്ക് ആ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ സർക്കാരിന് ഒരു തടസ്സവുമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള ആളുകളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങനെ മറ്റു വരുമാന മാർഗങ്ങളില്ലാതെ തുടരുന്ന ആളുകൾക്ക് ലഭ്യമാകാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ DDMA കൂടി ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇങ്ങോട്ട് തന്നാൽ അതനുസരിച്ചിട്ടുള്ള അനുവാദം നൽകാം എന്നറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ ഈ 3 ദിവസക്കാലം ഉണ്ടാകുന്നത് നല്ല മഴയാണ്. ആ മഴയിൽ പെയ്ത്തുവെള്ളത്തിൻ്റെ അളവ് നല്ലതുപോലെ കൂടുകയാണ്. അതുകൊണ്ട് വെള്ളം ധാരാളമായി വരികയും അപ്രതീക്ഷിതമായി ഇപ്പോൾ 311 mm മഴ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം ഒരുമിച്ച് പെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ്. അത് ഒരുമിച്ച് വന്ന് പതിച്ചാൽ ചിലപ്പോൾ ഓടകൾ, സാധാരണ നിലയിലുള്ള കാനകൾ അതിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ജലമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കൂടുതൽ വന്നാൽ ഒഴുക്കിക്കളയാനുള്ള മാർഗം സ്വീകരിക്കൽ മാത്രമേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഒരു പ്രശ്നവും ഇല്ലാത്ത വിധത്തിൽ ഈ മഴക്കാലത്തെ ഭദ്രമായി കൊണ്ടുപോകൽ തന്നെയാണ് നമ്മുടെ ശ്രമം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ഇത്തവണയാണെങ്കിൽ പഞ്ചായത്തുകൾക്ക് 1 ലക്ഷവും അതുപോലെ തന്നെ നഗരസഭകൾക്ക് 3 ലക്ഷവും കോർപ്പറേഷൻ 5 ലക്ഷവും ഉപകരണങ്ങൾ മേടിക്കാൻ വേണ്ടി കൂടി പ്രത്യേകമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതായത് ആവശ്യമായ സുരക്ഷാ ഉപയോഗങ്ങൾ, കയറ്, ഏളാങ്ക്, ചങ്ങല, മരങ്ങൾ കട്ട് ചെയ്യുന്ന മെഷീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്വന്തമായി മേടിക്കാൻ തന്നെ പണം അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുക അനുവദിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർമാരുടെ കൈകളിലേക്ക് ഓരോ കോടി രൂപ വീതം അഡ്വാൻസായി നൽകി 25 ലക്ഷം രൂപ വരെ ഏത് ദുരന്തഘട്ടത്തിലും അവർക്ക് തന്നെ അഡ്വാൻസായിട്ട് ഉപയോഗിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള അനുവാദവും കൊടുത്തിട്ടുണ്ട്. എല്ലാ വിധത്തിലും സജ്ജമാണ്. നമുക്ക് പരമാവധി പ്രതിസന്ധികളില്ലാത്ത വിധം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നല്ല ജാഗ്രതയുണ്ടാകണം. മഴയും ഇന്നും നാളെയും മറ്റന്നാളും ഉണ്ട്. ഒരു പ്രശ്നവുമില്ല എന്ന് കരുതിയിരിക്കരുത്. ഇന്നും നാളെയും മറ്റന്നാൾ മഴയുണ്ട്. ഇതുവരെ ദുരന്തമൊന്നുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനിയും അതില്ലാതെ നോക്കാൻ കേവലം സർക്കാർ ഉപകരണങ്ങൾ മാത്രമല്ല, സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എല്ലാവരും കൂടി പരിശ്രമിച്ചാലേ നമുക്കത് മറികടക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് ആന്തരികമായിട്ടുള്ളൊരു അച്ചടക്കം മുഴുവൻ ആളുകളും കാണിക്കണം. 2-3 ദിവസങ്ങളിൽ അനാവശ്യമുള്ള യാത്രകളുണ്ടെങ്കിൽ അതൊഴിവാക്കി എവിടെയാണോ നിങ്ങളിപ്പോൾ സുരക്ഷിതരായിട്ടുള്ളത് അവിടെ തന്നെ തുടരുകയായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞതൊന്നുകൂടി ആവർത്തിക്കുന്നു. കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബോധപൂർവം തുടർച്ചയായി തെറ്റായ വാർത്തകൾ ഏതെങ്കിലും വിധത്തിൽ പ്രചരിപ്പിക്കാൻ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ശ്രമിച്ചാൽ കർശനമായ നടപടികൾ എടുക്കേണ്ടി വരും. ഒരു തവണ തെറ്റുന്നതല്ല, തുടർച്ചയായി ലൈക്കും ഷെയറും ഒന്നും നോക്കേണ്ട ഘട്ടം ഇതല്ല. ആ ഘട്ടം ഇതല്ല എന്ന തിരിച്ചറിവോടെ തെറ്റായ വാർത്തകൾ കണ്ടാൽ ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കാനോ ഷെയർ ചെയ്യാനോ നിൽക്കരുത്. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വാർത്തകൾ ജില്ലാ കളക്ടർമാർ അതത് സമയത്ത് അവരുടെ പേജിലൂടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇടപെട്ടിട്ടുള്ള അനൗൺസ്മെൻറ്റിലൂടെയും എല്ലാ മാധ്യമങ്ങളെയും അറിയിക്കും എന്നതാണ് പ്രധാനമായിട്ടും കാണാനുള്ള കാര്യം.